ഹായ് ഗായ്സ്, അപ്പോൾ നമുക്കിന്ന് ഒരു ചീസ് കേക്ക് ഉണ്ടാക്കാം. നോ ബേക്ക് ചീസ് കേക്കാണ് ഉണ്ടാക്കണേ. അപ്പോൾ ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഫസ്റ്റ് ലെയർ. നമുക്ക് ആരോ റൂട്ട് ബിസ്ക്കറ്റാണ് ഞാനിതിൽ യൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റോ അല്ലെങ്കിൽ മാരി ഗോൾഡോ ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു 15 ബിസ്ക്കറ്റ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായി. ബിസ്ക്കറ്റ് നമുക്ക് നല്ലോണം പൊടിച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അൺസോൾട്ടഡ് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യുക. സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും മിക്സ് ചെയ്യാം. ഞാൻ നല്ലോണം കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തേ, അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ മിക്സായി കിട്ടില്ല. ബട്ടറും ബിസ്ക്കറ്റും കൂടി, ആ ബട്ടറും ബിസ്ക്കറ്റും മിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറും. മിക്സ് ചെയ്തതിന് ശേഷം നമുക്കതൊരു കണ്ടെയ്നറിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് നിരത്തി കൊടുക്കാം. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യണ്ട. ഭയങ്കരമായിട്ട് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഹാർഡായിട്ട് പോവും. അപ്പോൾ നമുക്ക് ചീസ് കേക്ക് എടുക്കുമ്പോൾ ആ ലെയർ മാത്രം നമുക്ക് എടുക്കാൻ കിട്ടത്തില്ല. അങ്ങനെ അത് നിരത്തി ലെവൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് ഒരു 30 മിനിറ്റ്സ് നമുക്ക് ഫ്രീസ് ചെയ്യാൻ വെക്കാം. ഇനി ചീസ് ഉണ്ടാക്കാം. ചീസ് ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ഗ്യാസൊക്കെ ഓണാക്കിയിട്ട് പാൻ വയ്ക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പ്രത്യേകം പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. എന്നിട്ട് പാല് നമ്മൾ തിളപ്പിക്കാൻ വെക്കാം. ഞാനൊരു ഫുൾ ഫാറ്റ് മിൽക്കാണ് യൂസ് ചെയ്തേക്കണേ. ഞാൻ കുറച്ച് ചീസ് ഉണ്ടാക്കണുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചൊരു 2 കപ്സ് പാലാണ് ഞാൻ ആഡ് ചെയ്തേക്കണേ. അതിലോട്ട് പാല് നല്ലോണം ചൂടായി കഴിയുമ്പോൾ നമുക്കതിലോട്ട് 2 സ്പൂൺ വിനീഗർ ആഡ് ചെയ്യാം. വിനീഗർ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ലെമൺ ആഡ് ചെയ്താലും. ലെമൺ ആഡ് ചെയ്യുമ്പോൾ ഒരു ഹാഫ് ലെമൺ ചേർത്താൽ മതിയാവും. എന്നിട്ട് നമുക്കിത് സ്ട്രെയിൻ ചെയ്തിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് നല്ലോണം കഴുകുക. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഈ പിരിഞ്ഞ പാലും പിന്നെ കുറച്ച് ഷുഗറും, ഒരു 4-5 ടേബിൾ സ്പൂൺ ഷുഗർ ഇടുക, നമ്മുടെ മധുരത്തിന് ആവശ്യമനുസരിച്ച്. എന്നിട്ട് അതിലോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യുക. ഞാനിതിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്തേക്കണേ. പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട്, നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് സോൾട്ട് ഇടാം. ചീസ് കേക്കിന് അല്ലെങ്കിൽ തന്നെ ഒരു ഉപ്പ് രസം ഉണ്ടാവും. അതുകൊണ്ടാണ് ആവശ്യമുള്ളവർക്ക് ഇടാം, ആവശ്യമില്ലെങ്കിൽ ഇടണ്ട, അങ്ങനെ. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നിട്ട് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കുക. ഞാൻ വിസ്ക് വെച്ചിട്ടാണ് ബീറ്റ് ചെയ്യണേ. ബീറ്ററുള്ളവർക്ക് ബീറ്റർ വെച്ചിട്ട് ചെയ്യുക, അല്ലെങ്കിൽ വിസ്ക് വെച്ചിട്ട് ബീറ്റ് ചെയ്താലും മതി. എത്രത്തോളം ബീറ്റ് ചെയ്യുന്ന അത്രത്തോളം ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടും ആ ക്രീം. ഫസ്റ്റ് ലെയറിൻ്റെ മുകളിലേക്ക് ആ ചീസ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടൊരു 4-3 മണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്യാൻ വെക്കാം. ലാസ്റ്റ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡ് വെച്ചിട്ടാണ് ഞാൻ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം ചോക്ലേറ്റ് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഡബിൾ ബോയിൽ ചെയ്തെടുക്കുക. നല്ലോണം മെൽറ്റ് ആവണം, എന്നാൽ മാത്രമേ ആ ചോക്ലേറ്റിൻ്റെ കളറ് വരുള്ളൂ നമുക്ക്. എന്നിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചേക്കണ ആ ചീസിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ചോക്ലേറ്റിൻ്റെ ലെയറും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ 2 രീതിയിലാണ് ലെയർ ചെയ്തേക്കണേ. ഈ ചോക്ലേറ്റിൻ്റെ ലെയർ ആദ്യം ഒരു ഡാർക്ക് ചോക്ലേറ്റിൻ്റെ ലെയറും പിന്നീട് ഒരു ലൈറ്റ് മിൽക്ക് ചോക്ലേറ്റിൻ്റെ ലെയറുമായിട്ടാണ് ചെയ്ത് കൊടുത്തേക്കണേ. അതിനുശേഷം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബൂസ്റ്റ് ഇട്ടിട്ടുണ്ട്. ബൂസ്റ്റ് വേറൊരു ഫ്ലേവർ നമുക്ക് തരും. ചോക്ലേറ്റ് വേണമെങ്കിൽ അത് ഇടാം, അല്ലെങ്കിൽ കൊക്കോ പൗഡർ ഇടാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും നമുക്കിടാം. ഞാൻ പിന്നെ ചോക്കോസും വെച്ച് കൊടുക്കുന്നുണ്ട് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട്. വേണമെങ്കിൽ നിറച്ചിടാം, വേണമെങ്കിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം. ഞാൻ ഡെക്കറേറ്റ് ചെയ്താണ് വെച്ചേക്കണേ. ഈ ചീസ് കേക്ക് ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ടേസ്റ്റ് കിട്ടുക. ഞാനിതധികം സമയം വെച്ചില്ല. ഞാനെന്തോ 4-5 മണിക്കൂർ മാത്രമേ വെച്ചുള്ളൂ. വീട്ടിൽ പിള്ളേർക്ക് മൊത്തം ഭയങ്കര തിരക്കായി കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് പിന്നെ അടച്ചിട്ട് ഫ്രീസ് ചെയ്യാൻ വയ്ക്കുക. ഒരു 4 മണിക്കൂർ ഞാൻ വെച്ചിട്ടുള്ളൂ. ശരിക്കും ടേസ്റ്റ് പിറ്റേ ദിവസം എടുക്കുന്നതാണ്.
അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെക്കുക. അതിന് ശേഷം കട്ട് ചെയ്തോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം.